ഒരുപാട് നേരത്തെ പറഞ്ഞ പോലെ ഇടയ്ക്ക് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തതാണ്. അതായത് ഈ ജനവിധിയുടെ ഓരോ ഘട്ടങ്ങളിലും 7 ഘട്ടമായിരുന്നല്ലോ ജനവിധി. ഈ ജനവിധിയുടെ ആദ്യ 4 ഘട്ടങ്ങളിൽ ബി.ജെ.പിയുടെ വലിയ അപ്രമാദിത്യം, ബി.ജെ.പി 3ാം തവണയും നരേന്ദ്രമോദി 3ാം തവണയും പ്രധാനമന്ത്രിയാകുമെന്നുള്ള വിലയിരുത്തലായിരുന്നു പൊതുവെ. പക്ഷേ അവസാന 3 ഘട്ടങ്ങളായപ്പോഴേക്ക് കാര്യങ്ങൾ മാറി മറിയുകയാണ്. ഇന്ത്യ മുന്നണി വല്ലാത്ത തരത്തിൽ മുന്നോട്ട് വരുന്നു. നേതാക്കൾ നേരിട്ട് നരേന്ദ്രമോദിയെയും ബി.ജെ.പിയെയും അമിത്ഷായെയും മറ്റും കടന്നാക്രമിക്കുന്നു. പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാൾ ആവേശം ഉൾക്കൊണ്ട് രാഹുൽ ഗാന്ധി പോലും ആ തരത്തിൽ ചിന്തിക്കുന്നു. ചില തരത്തിലുള്ള ചില തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധരെങ്കിലും പ്രശാന്ത് ഭൂഷണൊക്കെ ബി.ജെ.പിക്കാണ് പറഞ്ഞു വെച്ചത്. പ്രശാന്ത് ഭൂഷണെ പോലുള്ള ആളുകളൊക്കെ അത്തരത്തിൽ ചില ആളുകളെങ്കിലും ബി.ജെ.പിക്ക് തിരിച്ചടി ഉണ്ടാക്കുമെന്നും ഒപ്പം ഇന്ത്യ സഖ്യം ഒരുപക്ഷെ അധികാരത്തിൽ വന്നേക്കാം എന്ന തരത്തിലുള്ള വിലയിരുത്തലൊക്കെ വരുന്നു. അങ്ങനെ മാറി മാറി വന്ന നിരവധി രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ അവസാനം എക്സിറ്റ് പോളുകൾ വരുമ്പോൾ ഒരു പോറൽ പോലും ഏൽക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരമായി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. എൻ.ഡി.എ മുന്നണിക്ക് ഇപ്പോൾ തന്നെ പുറത്തു വരുന്ന ചില പ്രസ്താവനകൾ, അതിൽ പ്രധാനപ്പെട്ടത് രമേശ് ചെന്നിത്തലയുടേതാണ്. എക്സിറ്റ് പോളുകളിൽ വിശ്വാസമില്ല എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. എക്സിറ്റ് പോളുകൾ അത് ബി.ജെ.പിയെ സഹായിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞ് ഇന്ത്യ സഖ്യം ഇന്നലെ ആദ്യഘട്ടത്തിൽ ചാനൽ ചർച്ചകൾ ബഹിഷ്കരിച്ചിരുന്നു. പിന്നീട് ഇന്നലെ വൈകിട്ട് യോഗം ശേഷമാണ് ചാനൽ ചർച്ചകളിലേക്ക് ആളെ വിടാം എന്ന് തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഇപ്പോഴും ഈ എക്സിറ്റ് പോളുകൾ അവർക്ക് തിരിച്ചടിയാകുന്ന പശ്ചാത്തലത്തിൽ രമേശ് ചെന്നിത്തലയെ പോലെയുള്ള കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട നേതാക്കൾ പറഞ്ഞു വെക്കുന്നത് വിശ്വാസമില്ല, ഇന്ത്യ മുന്നണി ദേശീയ തലത്തിൽ അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. എക്സിറ്റ് പോളുകളിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. 1000 സാമ്പിൾ എടുത്തിട്ട് ലക്ഷക്കണക്കിന് ആളുകളുടെ അഭിപ്രായം ഇതാണ് എന്ന് പറയുന്ന നടപടിയോട് നമുക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. ഇപ്പോഴല്ല, എല്ലാ കാലത്തും എൻ്റെ നിലപാട് അത് തന്നെയാണ്. അതുകൊണ്ട് ഇന്ത്യ മുന്നണിക്ക് വലിയ സാധ്യത ഈ തെരഞ്ഞെടുപ്പിലുണ്ട് എന്നിപ്പോഴും ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. കോൺഗ്രസ് പ്രസിഡന്റ് പറഞ്ഞ 295 എത്തും എന്ന വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് ഈ എക്സിറ്റ് പോളുകളിൽ വിശ്വാസം അർപ്പിക്കേണ്ട യാതൊരു കാര്യവുമില്ല. നരേന്ദ്രമോദിക്കെതിരായ വികാരം ഇന്ത്യയിൽ ശക്തമാണ്. അതിൽ ഞങ്ങൾ ഉറച്ചിരിക്കുന്നു. ഇന്ത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഉണ്ടാക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട്.